ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സർഗം 2024 കലോത്സവം നടന്നു. എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സർഗം 2024 കലോത്സവം നടന്നു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കലകളെയും വികസിപ്പിക്കുന്നതിനും അവരുടെ അഭിരുചിക്കനുസരിച്ച് മാറ്റം വരുന്നതിനും ഇന്ന് നമ്മുടെ അധ്യാപകർ അവർക്കൊപ്പം തന്നെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ വളർച്ച ഏതൊരു പഠനത്തിൻ്റെ ആയാലും പാഠ്യേതര പ്രവർത്തനത്തിൻ്റെ ആയാലും ഉയരങ്ങളിൽ കുട്ടികളെ എത്തിക്കുന്നത് നമ്മുടെ അധ്യാപകരാണ്. കലയുടെ വിഭവം ഓരോ വിദ്യാലയത്തിൽ നിന്നുമാണ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമ്മുടെ ഡാവിഞ്ചി സുരേഷിനെ കുറിച്ച് ഇവിടെ നമ്മുടെ പ്രിൻസിപ്പാൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. നമ്മൾ ഒരു ചെറിയ കലകളിലൂടെയാണ് വലിയ കലാകാരന്മാരായിരിക്കുന്നത്. അതിനുള്ള വേദിയാണ് നമ്മുടെ സ്കൂളിലെ ഈ കലോത്സവം. വലിയ പ്രതിഭകളാകുന്നതും ഇവിടെ നിന്നാണ്. വലിയ പ്രതിഭകളായി ഉയരങ്ങളിലേക്ക് എത്തുന്നതും ഇവിടെ നിന്ന് തന്നെയാണ്. PTA പ്രസിഡന്റ് MC സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ വിശിഷ്ട സാന്നിധ്യമായിരുന്നു. ബിന്ദു രാധാകൃഷ്ണൻ, ഷാഹിന ജലീൽ, KK മോഹനൻ, PS അനിൽകുമാർ, KK ജ്യോതിക, RV അനിൽകുമാർ, VM ബൈജു എന്നിവർ സംസാരിച്ചു. TG ജിനി സ്വാഗതവും VV വിജി നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു. ചിത്രം വരയ്ക്കാൻ, ഡാൻസ് കളിക്കാൻ, അതുപോലെ തന്നെ പാട്ട് പാടാൻ, മറ്റ് സ്പോർട്സ് ഐറ്റംസ് ആയിട്ടുള്ള പല കാര്യങ്ങളിലും മികവുള്ള കുറേ കുട്ടികളുണ്ട്. അവർക്കൊക്കെ അവരുടെ കല വളർത്തിക്കൊണ്ടുവരികയും വേണ്ടത്ര പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രതിഭ ഉണരുന്നതും ഇതുപോലുള്ള കലോത്സവ വേദിയിൽ താരമായി മാറുന്നത്. കാരണം ഈ ജില്ലയിൽ മത്സരിക്കേണ്ട ഉപജില്ലയിലും ജില്ലയിലും ഡിസ്ട്രിക്ട് തലത്തിലൊക്കെ മത്സരിക്കേണ്ടതുണ്ട്. പദ്ധതി നിങ്ങൾ വളർന്നു വരുന്നതിന് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുക്കേണ്ടത്. നമുക്ക് കലാകാരന്മാരായിട്ടുള്ള എല്ലാവർക്കും വേണ്ട 3 കാര്യങ്ങൾ: നിരീക്ഷണ ബുദ്ധി, പരീക്ഷണ ബുദ്ധി, പ്രായോഗിക ബുദ്ധി. നിരീക്ഷണ ബുദ്ധി എന്ന് പറയുന്നത് ചുറ്റുപാടുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക എന്നുള്ളതാണ്.